ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം ഇന്നും തുടരും. ഉരുൾപൊട്ടലിൽ 264 പേരുടെ മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. 1386 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് ഔദ്യോഗിക കണക്ക്. മുണ്ടക്കയിൽ സൈന്യം ഉണ്ടാക്കുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് രാവിലെ 10 മണിയോടെ പൂർത്തിയാകും. സമാന്തരമായി 60 അടി നീളത്തിൽ മറ്റൊരു പാലവും നിർമ്മിക്കും. 3 കെഡാവർ ഡോഗുകൾ ഉപയോഗിച്ചും പരിശോധന നടത്തും. പുഴയിലെ കുത്തൊഴുക്കിനെ മറികടന്നാണ് പാലം പണി തുടരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട് സന്ദർശിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ സർവകക്ഷി യോഗവും ചേരും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ ഇന്നെത്തും. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. രാത്രി വൈകിയും പാലം നിർമ്മാണം തുടരുകയായിരുന്നു. അതിനുശേഷമുള്ള രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ള കണക്കുകൂട്ടലാണ് സംഘങ്ങൾ. ദുരന്തമുണ്ടായി ഇന്ന് 3-ാം ദിനമാണ്. 264 പേരുടെ മരണമാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 1300-ലധികം പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആസിഫ് മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി. ആസിഫ്, ഇന്നെപ്പോഴാണ് രക്ഷാദൗത്യം പുനരാരംഭിക്കുക? ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഏകദേശം രക്ഷാദൗത്യത്തിന് കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ളതൊക്കെയാണ് നമ്മൾ കരുതുന്നത്. എത്തരത്തിലാണ് രക്ഷാപ്രവർത്തനം ഇന്ന് നടത്തുക ആസിഫ്? അതിന് അല്പസമയത്തിന് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായുള്ള സജ്ജീകരണങ്ങളുമായുള്ള വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി ഇങ്ങോട്ട് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. കാരണം നമുക്ക് പുലർച്ചെ മാത്രമാണ് ഇന്നലെ തന്നെ മേപ്പാടിയിലേക്ക് കൂടുതൽ JCB അടക്കമുള്ള വാഹനങ്ങൾ എത്തിയിരുന്നു, മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കമുള്ളവ എത്തിയിരുന്നു. പക്ഷേ രാത്രി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരിക അസാധ്യമായതിനാൽ ഇപ്പോൾ ഇത്തരത്തിൽ അത് ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. വലിയ ഭാരമുള്ള വാഹനങ്ങളടക്കം നമുക്ക് ഇതിന് ഈ രക്ഷാപ്രവർത്തനം ആവശ്യമായുള്ള മുഴുവൻ വാഹനങ്ങളും ഇത്തരത്തിൽ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സൈന്യത്തിന്റെ അടക്കമുള്ള കൂടുതൽ സജ്ജീകരണങ്ങളുമായുള്ള വാഹനങ്ങൾ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ ആവശ്യമായുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുന്നു. സ്വാഭാവികമായും പാല നിർമ്മാണം കൂടി കഴിയുന്നതോടുകൂടി അതിന്റെ നിർമ്മാണം കഴിയുന്നതോടുകൂടി നമുക്ക് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിയുകയും നമ്മുടെ ഈ രക്ഷാപ്രവർത്തന ദൗത്യം അത് കൂടുതൽ സുഗമമായി മുന്നോട്ട് പോകാനും കഴിയും. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി നമുക്ക് കഴിയുന്ന എല്ലാ സജ്ജീകരണങ്ങളും വെച്ചൊരു ടെസ്റ്റിലായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉച്ചയോടുകൂടി നമുക്ക് ആദ്യത്തെ മണ്ണുമാന്തി യന്ത്രം ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. മുണ്ടക്കയിലേക്ക് ആദ്യത്തെ മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ കഴിഞ്ഞു. അതിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരമായപ്പോഴേക്കും ഇന്നലെ സന്ധ്യ സമയമായപ്പോഴേക്കും നമ്മൾ തിരച്ചിൽ നിർത്തുന്ന സമയത്ത് 6-ലധികം മണ്ണുമാന്തി യന്ത്രങ്ങൾ നമുക്ക് മുണ്ടക്കൈ പ്രദേശത്ത് എത്തിച്ചുകൊണ്ട് നമുക്ക് ആ തെരച്ചിൽ തുടരാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വാഹനങ്ങൾ കടന്നു പോകാൻ, വലിയ വാഹനങ്ങളാണ്, ആ വാഹനങ്ങൾ കടന്നു പോകാൻ ഉള്ള ഒരു അതുകൊണ്ട് തന്നെ കുറച്ച് താമസം നേരിടുന്നത്. ഈ ഒരു വാഹനങ്ങൾ അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു താമസം ഇപ്പോൾ വലിയ വാഹനങ്ങളായതിനാൽ കടന്നു പോകാൻ ചിലയിടങ്ങളിൽ ഒരു പ്രയാസങ്ങളുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ വാഹനങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു പോയിക്കൊണ്ട് ഇരിക്കുന്നത്. ഈ വാഹനങ്ങൾ ഒരു അരമണിക്കൂറിൽ തന്നെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കമുള്ളവ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തും. അതോടൊപ്പം പിന്നീട് നമുക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനം സുഗമമായി അല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ കഴിയുക തന്നെ ചെയ്യും. കാരണം ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു വലിയ രീതിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മരങ്ങൾ അടക്കമുള്ളവ മാറ്റി പരിശോധന നടത്തുക എന്നുള്ളതാണ്. ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ മുകൾ മറ്റും പൊളിച്ചു മാത്രമേ നമുക്കിനി അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പരിശോധന സാധ്യമാകുകയുള്ളൂ. അത്തരത്തിൽ വലിയ രീതിയിൽ മെഷീനറികൾ അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നമുക്ക് ഇനി നടക്കേണ്ടത്. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിന്റെ എല്ലാ സംവിധാനങ്ങളുമായുള്ള തെരച്ചിൽ നടത്താൻ കഴിയും. എന്തായാലും ആ മെഷീനറികൾ ഇങ്ങോട്ട് ഇപ്പോഴും കടന്ന് പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ ഈ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം നടക്കുന്ന സമീപത്തുണ്ട്. നമ്മളുടെ വാഹനമടക്കം നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാനൊരു ഇച്ചിരി പ്രയാസം നേരിടുന്നത് മുമ്പിൽ പോകുന്ന നമ്മളുടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള
വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കേണ്ടതുകൊണ്ടാണ്. ഏതായാലും ആ വാഹനങ്ങൾ ഇപ്പോഴും കടന്ന് വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നടക്കം ഇത്തരത്തിൽ മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം എത്തിച്ച് ഈ ഒരു നമ്മുടെ രക്ഷാപ്രവർത്തന ദൗത്യം മുന്നോട്ട് പോകാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ഒരു ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒപ്പം നമ്മളോടൊപ്പം നിൽക്കാൻ ഇത്തരത്തിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളടക്കം ഉണ്ട് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഫുഡ് ലോറികളടക്കം ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് എത്തിയിരുന്നു. ക്യാമ്പുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് നമുക്കൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളും ഈ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗം ആയി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുക. ഏതായാലും ഇപ്പോൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയും, ആ രക്ഷാദൗത്യം ആരംഭിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്നലെ പുഴയിൽ വൈകുന്നേരത്തോടു കൂടി ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇനി അതുകൊണ്ട് നമുക്ക് വലിയ യന്ത്രങ്ങൾ മാത്രമാണ് പുഴ വഴി ഇന്നലെ നമ്മൾ കടത്തിയതുപോലെ അപ്പുറത്തേക്ക് കടത്താൻ കഴിയുക. നമ്മുടെ പാലം നിർമ്മാണം, സൈന്യത്തിന്റെ പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഈ വാഹനങ്ങൾ ഇങ്ങനെ കടത്തിക്കൊണ്ടു പോകാൻ കഴിയും. ഏതായാലും നമ്മൾ രക്ഷാപ്രവർത്തകർ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്ന വാഹനങ്ങളും മറ്റുമാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം ഇനി നമുക്ക് ഈ ജീപ്പ് പോലെയുള്ള വാഹനങ്ങളാണ് പാലം നിർമ്മാണം കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. കാരണം ആ വാഹനങ്ങൾ ഉപയോഗിച്ച് വേണം നമുക്ക് ഇനി കൂടുതൽ ദുഷ്കരമായ മേഖലകളിലേക്ക് കടന്നു പോകാൻ. അത്തരത്തിൽ കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്നത് തന്നെയാണ് നമ്മൾ എല്ലാവരും ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് അധിക സമയം വേണ്ടി വരില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും സുഗമമായ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ രാത്രിയിലും ശക്തമായ മഴ ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പുഴയിലേക്കുള്ള നീരൊഴുക്കും മറ്റും സ്വാഭാവികമായും കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മുമ്പുള്ള സാഹചര്യമല്ല, മുഴുവൻ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായതിനാൽ തന്നെ ഇപ്പോൾ ആ ഒഴുക്കിന് ശക്തി കൂടിയിട്ടുണ്ട്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും പെട്ടെന്ന് തന്നെ ഈ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ രക്ഷാദൗത്യം വിലയിരുത്തുകയും ആ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയും അത് ഏകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ചാറ്റൽ മഴ ഈ ഒരു പ്രദേശത്ത് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകുന്ന ആളുകളടക്കം ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ രക്ഷാപ്രവർത്തനം അതിന്റെ പൂർണ്ണ തോതിൽ ആരംഭിക്കാൻ കഴിയും. വാഹനങ്ങൾ എത്തിക്കുന്ന നടപടികളാണ് ഏറ്റവും പ്രധാനമായി തുടരുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഇനി നമുക്ക് ഇത്തരത്തിലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കമുള്ളവയാണ് കൂടുതലായി വേണ്ടത്. അത് എത്തിക്കുന്ന നടപടികൾ നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ആ വാഹനങ്ങൾക്കടക്കം കടന്നു പോകാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങളടക്കം ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നു. ഇനി ആ ദുരന്തഭൂമിയിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ആ ദുരന്തത്തെ നേരിടാൻ കഴിയുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നമ്മളുടെ സംവിധാനങ്ങൾ പോകുന്നത്. ഈ ആംബുലൻസുകളടക്കം ആവശ്യത്തിന് ഇവിടെ എത്തി സജ്ജീകരിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള ഒരു സജ്ജീകരണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.